പേവിഷബാധ ഏൽക്കാത്ത നായകൾ പോലും അക്രമകാരികളാകുന്നു. അവ മനുഷ്യനെ കടിക്കുന്നു. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അതറിയണമെങ്കിൽ നിങ്ങൾ ഒരു ദിവസം നായയായിട്ട് ജീവിക്കണം. മനുഷ്യനൊഴികെ ബാക്കി ഒരു ജീവജാലങ്ങളും ഈ ഭൂമിയുടെ അവകാശികളല്ല എന്നുള്ള രീതിയിലാണ് മനുഷ്യൻ പ്രവർത്തിക്കുന്നതും ചിന്തിക്കുന്നതും. മനുഷ്യന് ബുദ്ധിയും വിവേകവും ഒക്കെ തന്നിരിക്കുന്നത് അവൻ വിദ്യാഭ്യാസം നേടുന്നത് മറ്റുള്ള ഒരു ജീവജാലങ്ങളെ ഉപദ്രവിക്കാൻ വേണ്ടിയല്ല, പ്രകൃതിയെ നശിപ്പിക്കാൻ വേണ്ടിയല്ല, എല്ലാത്തിനെയും പരിപാലിക്കാൻ വേണ്ടി കൂടിയാണ്. ദാരിദ്ര്യം അനുഭവിച്ച, പട്ടിണി കിടന്ന്, വിശപ്പ് കൊണ്ട് ആഹാരമെടുത്ത് അല്ലെങ്കിൽ ആഹാരം മോഷ്ടിച്ച് നിങ്ങൾ ആരോപിക്കുന്ന മധു എന്ന മനുഷ്യനെ നിങ്ങൾ തല്ലിക്കൊന്നു. ഒരു മനുഷ്യനെ തല്ലിക്കൊല്ലുവാൻ സാധിക്കുന്ന മനുഷ്യർക്ക് ഉറപ്പായിട്ടും സാധുജീവികളെ ഉന്മൂലനം ചെയ്യുവാനും സാധിക്കും. മനുഷ്യന്റെ അവസ്ഥകൾ പോലും മനസ്സിലാക്കുവാൻ സാധിക്കാത്ത ഒരു മനുഷ്യന് എങ്ങനെയാണ് മിണ്ടാപ്രാണികളുടെ വിശപ്പിനെക്കുറിച്ചും അവരുടെ അവസ്ഥയെക്കുറിച്ചും ചിന്തിക്കുവാൻ സാധിക്കുന്നത്? എന്നാൽ ഞാൻ മനസ്സിലാക്കിയത്, തെരുവ് നായകൾ ഉൾപ്പെടെയുള്ള മിണ്ടാപ്രാണികൾക്കും ഭക്ഷണം വേണം, അവർക്കും വിശപ്പുണ്ട്, അവർക്കും ദാഹജലത്തിന്റെ ആവശ്യകതയുണ്ട്. അത് നൽകുവാൻ മനുഷ്യന് മാത്രമേ സാധിക്കൂ. ഇവിടുത്തെ പഞ്ചായത്തുകളും നഗരസഭയും അതിൽ ഉൾക്കൊള്ളുന്ന കുടുംബശ്രീ പോലുള്ള അല്ലെങ്കിൽ മറ്റ് സന്നദ്ധ സംഘടനകളും ഇതിനു വേണ്ടി പ്രവർത്തിക്കണം. അതിനുവേണ്ടി ഒരു നിശ്ചിതമായിട്ടുള്ള തുക മാറ്റിവെക്കണം. എന്തിനു വേണ്ടിയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധുജീവികൾക്ക് ആഹാരം എത്തിച്ചു കൊടുക്കുവാൻ, അവർക്ക് വെള്ളം എത്തിച്ചു കൊടുക്കുവാനുള്ള ഒരു സമ്പ്രദായം അല്ലെങ്കിൽ ഒരു രീതി ഇവിടെ ഉണ്ടാവണം. അങ്ങനെയൊക്കെ സംഭവിക്കണമെങ്കിൽ ഇവിടെ അഴിമതി ഇല്ലാതാവണം, ഇവിടുത്തെ സിസ്റ്റം ശരിയാവണം. മനുഷ്യന്റെ കാര്യം പോലും നേരാവണ്ണം നോക്കാത്ത, ചിന്തിക്കാത്ത ഒരു സിസ്റ്റം ഉള്ളപ്പോൾ, ഇവിടുത്തെ ജനങ്ങളുള്ളപ്പോൾ ഈ സാധുജീവികൾക്ക് വേണ്ടി സംസാരിക്കുന്നത് ഒരു തമാശയായിട്ട് പലർക്കും തോന്നാം. എന്തുകൊണ്ടാണ് തെരുവ് നായകൾ കഴിക്കുന്നത്? അവയ്ക്ക് ഭക്ഷണം കിട്ടാത്തതുകൊണ്ടാണ്, അവയ്ക്ക് വെള്ളം കിട്ടാത്തതുകൊണ്ടാണ്. ഒരു മനുഷ്യന് പട്ടിണി കിടക്കേണ്ടി വന്നാൽ 1-2 ദിവസം അവൻ ഒന്നും കഴിക്കാതിരുന്നാൽ വിശപ്പ് സഹിക്കാനാവാതെ ചിലപ്പോൾ അവൻ ഭക്ഷണം മോഷ്ടിച്ചു എന്ന് വരും, അല്ലെങ്കിൽ അവൻ അക്രമകാരിയായി എന്ന് വരും. ഇത് തന്നെയല്ലേ മൃഗങ്ങളുടെ കാര്യത്തിലും സംഭവിക്കുന്നത്? നിങ്ങൾ കൊണ്ടുതള്ളുന്ന മാലിന്യം, അതുപോലെ തന്നെ അറവുശാലകളിൽ നിന്നും കൊണ്ടുതള്ളുന്ന പച്ച മാംസം, ഈ പച്ച മാംസത്തിന്റെ രുചി അല്ലെങ്കിൽ പച്ച മാംസത്തിലെ രക്തത്തിന്റെ രുചി അറിഞ്ഞ ഒരു നായ ഉറപ്പായിട്ടും മറ്റു മിണ്ടാപ്രാണികളെയും മനുഷ്യനെയും കടിക്കുവാനുള്ള പ്രവണത അവനിലുണ്ടാവും. ഇതിനൊക്കെ ഉത്തരവാദി ആരാണ്? മനുഷ്യൻ തന്നെയാണ്. അപ്പോൾ ഇതൊക്കെ എങ്ങനെ ഒഴിവാക്കാം? അവർക്ക് എങ്ങനെയാണ് ശുദ്ധമായിട്ടുള്ള ആഹാരം കൊണ്ടെത്തിക്കുവാൻ സാധിക്കുന്നത്? അതിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങളാണ് ഇവിടെ നടത്തേണ്ടത്. ഇവിടെയുള്ള സന്നദ്ധ സംഘടനകൾ വഴി ഇവിടുത്തെ സിസ്റ്റത്തിന്, ഇവിടുത്തെ സർക്കാരിന്, ഇവിടെ ഭരിക്കുന്നവർക്ക് അതിന് സാധിക്കും. അതിന് നമ്മുടെ ഭരണകർത്താക്കൾക്ക് സാധിച്ചാൽ നമ്മുടെ ചിന്താഗതിയും നമ്മുടെ വിദ്യാഭ്യാസവും അതിനൊപ്പം സഞ്ചരിക്കുക കൂടി വേണം. പക്ഷെ അത്രയും വലിയൊരു വളർച്ചയെത്തിയ, ബോധമെത്തിയ അല്ലെങ്കിൽ അത്രയും നല്ല തലച്ചോറുള്ള ഒരു ജീവിയൊന്നും അല്ല ഇപ്പോഴും മനുഷ്യൻ എന്ന് പറയുന്നത്. വളരെ അതമ്പതിച്ച് കിടക്കുന്ന, കാണാപ്പാഠം മാത്രം പഠിച്ച് ഡിഗ്രിയും മറ്റ് ഉന്നത വിദ്യാഭ്യാസ മേഖലകളിലേക്കും പോകുന്ന മനുഷ്യന് ചിന്താശേഷി എന്ന് പറയുന്നൊരു സാധനമോ അല്ലെങ്കിൽ മനുഷ്യന്റെ വിവേകം അല്ലെങ്കിൽ അവന്റെ ബുദ്ധി അല്ലെങ്കിൽ അവന്റെ ശക്തിയൊക്കെ എങ്ങനെയൊക്കെ ഉപയോഗിക്കണമെന്നോ ഇപ്പോഴും നിശ്ചയവുമില്ല. അവനിപ്പോഴും ഒരു മൃഗത്തെക്കാളും താഴ്ന്ന നിലവാരമുള്ള ഒരു ജീവിയായിട്ട്, ഒരു മൃഗമായിട്ട് അതമ്പതിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. നിങ്ങളൊരു നായയെ അല്ലെങ്കിൽ ഒരു പൂച്ചയെ കല്ലെടുത്ത് എറിഞ്ഞു കഴിഞ്ഞാൽ ആ മിണ്ടാപ്രാണി മനുഷ്യനെക്കുറിച്ച് പൊതുവിൽ മൊത്തത്തിൽ എന്തായിരിക്കും ധരിക്കുക? ഇവൻ ആക്രമിക്കും എന്ന് തന്നെയല്ലേ? അവൻ ആക്രമിക്കും മുമ്പ്, അല്ലെങ്കിൽ അവന്റെ ചിന്തയിൽ മനുഷ്യൻ ആക്രമിക്കുന്നതിന് മുമ്പ് തിരിച്ചക്രമിക്കുക, തിരിച്ചറ്റാക്ക് ചെയ്യുക എന്നൊരു നിലയാണെങ്കിലോ? മനുഷ്യന് ബുദ്ധിയും ശക്തിയും വിവേകവും ഒക്കെ തന്നിരിക്കുന്നത് എന്തിനാണ്? അല്ലെങ്കിൽ വിദ്യാഭ്യാസം നേടാനുള്ള ഒരു കഴിവ് തന്നിരിക്കുന്നത് എന്തിനാണ്? ഇതുപോലുള്ള എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കുവാൻ വേണ്ടി കൂടിയാണ്. അല്ലെങ്കിൽ പ്രകൃതിയെ സംരക്ഷിക്കണം, അല്ലെങ്കിൽ സഹജീവികളെ സംരക്ഷിക്കണം, അവയ്ക്ക് കൂടി വേണ്ടി ജീവിക്കണം എന്നുള്ള ഒരു രീതിയിലാണ് മനുഷ്യൻ പ്രവർത്തിക്കേണ്ടത്. അല്ലാതെ മനുഷ്യൻ അതിനേക്കാൾ തരംതാണ് പോകരുത് എന്നാണ് ഞാൻ ചിന്തിക്കുന്നതും ഞാൻ പഠിച്ചിട്ടുള്ളതും ഞാൻ വായിച്ചിട്ടുള്ളതും. അതുപോലെ തന്നെ തെരുവ് നായകളെ പിടിച്ചുകൊണ്ട് വന്ധീകരണം ചെയ്യുന്ന ഒരു പ്രവൃത്തി ഇവിടെ നടക്കുന്നുണ്ട്. ചെയ്യുന്നതൊക്കെ നല്ലത് തന്നെ. പക്ഷേ അവന്റെ ആവാസ വ്യവസ്ഥയിൽ നിന്ന് പിടിച്ചുകൊണ്ടുപോയി അങ്ങനെ ഒരു പ്രവൃത്തി ചെയ്തതിന് ശേഷം ആ വേദനയോടെ അവനെ മറ്റെവിടെയെങ്കിലും കൊണ്ടൊന്ന് പുറന്തള്ളുമ്പോൾ അവന് മനുഷ്യനോടുണ്ടാവുന്ന അല്ലെങ്കിൽ ധാരണ അല്ലെങ്കിൽ അവന്റെ മനസ്സിലുണ്ടാകുന്ന ചിന്ത എന്തായിരിക്കും? മനുഷ്യൻ ഉപദ്രവിക്കും, മനുഷ്യൻ കൊല്ലാൻ നോക്കും, അല്ലെങ്കിൽ അവൻ അത്രയും വേദന സമ്മാനിച്ച മനുഷ്യനോട് അവൻ പക കാത്തു സൂക്ഷിക്കും, അവൻ കടിക്കും. ഇതല്ലേ ഇവിടെ സംഭവിക്കുന്നത്? മനുഷ്യന് എല്ലാ ജീവിതജാലങ്ങൾക്കും പേടിയാണെന്നേ. ആ ഒരു ചിന്ത, ആ പേടിയാണ് ആദ്യം മാറ്റേണ്ടത്. ആ പേടി മാറ്റിക്കഴിഞ്ഞാൽ ഒരു തെരുവ് നായകി ഒരു കഷ്ണം ബിസ്ക്കറ്റോ അല്ലെങ്കിൽ മറ്റ് ഭക്ഷണങ്ങളോ കൊടുത്തു കഴിഞ്ഞാൽ ആ നായ നിങ്ങളെ ആയുഷ്കാലം മുഴുവൻ വാലാട്ടി സ്നേഹത്തോടെ കൂടെ നിൽക്കും. അല്ലെങ്കിൽ നിങ്ങളെ എവിടെ വെച്ച് കണ്ടാലും അവൻ ഓർക്കും, സ്നേഹത്തോടെ ഓടി വരും. നായയെ കല്ലെടുത്തെറിയാൻ പഠിപ്പിക്കുന്ന ഒരു സമ്പ്രദായമാണ് ഇവിടെ ഉള്ളതെങ്കിൽ ഉറപ്പായിട്ട് നായ കടിക്കും. മറിച്ച് നായയ്ക്ക് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കണം എന്ന് പഠിപ്പിക്കുന്ന ഒരു സമ്പ്രദായമാണ് ഇവിടെ ഉള്ളതെങ്കിൽ ഉറപ്പായിട്ടും നായ അവരുടെ ജീവിതകാലം മുഴുവൻ, ആയുഷ്കാലം മുഴുവൻ നന്ദിയുള്ളവരായിരിക്കും. അവ മനുഷ്യരെ മൊത്തത്തിൽ തങ്ങളുടെ യജമാനായിട്ട് കാണും. മറിച്ച് മനുഷ്യൻ കല്ലെടുത്തെറിയുകയും ഉപദ്രവിക്കുകയും വടികൊണ്ട് തല്ലുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ മനുഷ്യൻ അടുത്ത് വരുമ്പോഴേ അവ പേടിക്കും. അവ തിരിച്ച് അറ്റാക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കും. ഓരോ പഞ്ചായത്തുകളിലും ഓരോ നഗരസഭകളിലും 1-2 ടാങ്ക് വീതം നിർമ്മിച്ച് നൽകി കഴിഞ്ഞാൽ, വെള്ളം ഒഴിച്ചു വയ്ക്കുവാനായിട്ടുള്ള ഒരു ചെറിയ ടാങ്ക് ഇവ നൽകി കഴിഞ്ഞാൽ വേനൽക്കാലത്ത് ഉൾപ്പെടെ ഈ സാധുജീവികൾക്ക്, പക്ഷികൾക്കും അല്ലെങ്കിൽ ഈ മിണ്ടാപ്രാണികൾക്ക് ഉൾപ്പെടെ വലിയൊരു ആശ്വാസമായിരിക്കും. അവർക്ക് അത് വലിയൊരു ആശ്രയമായിരിക്കും. ഇത് തിരിച്ചറിയുവാൻ കഴിയുന്ന അല്ലെങ്കിൽ ഇത് മനസ്സിലാക്കി പ്രവർത്തിക്കുന്ന മനുഷ്യ സമൂഹമാണ് ഇവിടെ ഉള്ളതെങ്കിൽ നമ്മുടെ ചുറ്റുമുള്ള എല്ലാത്തിലും ഒരു മാറ്റം സൃഷ്ടിക്കുവാൻ നമുക്ക് സാധിക്കും.